ഗസ വെടിനിർത്തൽ പ്രതിസന്ധി തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും യോഗം ചേരുന്നു. ഖത്തർ, ഈജിപ്ത്, തുർക്കി പ്രതിനിധികളുമായി അമേരിക്കയിലെ മിയാമിയിലാണ് യോഗം. കരാർ ലംഘനത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ മിയാമി യോഗം ഉപകരിക്കുമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചു. ഗസയിൽ പട്ടിണി ഇപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ പറഞ്ഞു. ഗസയിൽ 16 ലക്ഷം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലെന്ന് യുനർവ അറിയിച്ചു. ഇസ്രായേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് തന്നെ ഭീഷണിയെന്ന് ഖത്തർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി MC നാസറാണ് ചേരുന്നത്. നാസർ, എന്തായാലും നിലവിലെ വെടിനിർത്തൽ കരാർ അത് തുടരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഈ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചയോടെ ഇല്ലാതാകും അല്ലെങ്കിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? എന്തായാലും നിർണായകമായിട്ടുള്ള ചർച്ചയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള മിയാമിയിൽ നടക്കാൻ പോകുന്നത്. കാരണം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ തന്നെ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. മാർക്കോ റൂബിയോ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ട്രംപിന്റെ 20 ദിന പദ്ധതി പ്രയോഗവൽക്കരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും ഇസ്രായേലും ഹമാസുമായൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവും ആഗ്രഹിക്കുന്നത്. ആ ദിശയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും. അതോടൊപ്പം തന്നെ തുടർ നീക്കങ്ങൾ, പ്രധാനമായിട്ടും രണ്ടാം ഘട്ടം എന്നത് കുറെ കൂടി ഗൗരവപൂർണ്ണമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം നിരായുധീകരണം, ഹമാസിന്റെ നിരായുധീകരണം അതിൽ പ്രധാനമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഉൾപ്പെടെയുള്ള യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും മധ്യസ്ഥ രാജ്യങ്ങൾക്കും സാധിക്കും എന്നൊരു പ്രത്യാശ കൂടിയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത്. തുർക്കിയുടെയും ഈജിപ്തിന്റെയും വിദേശകാര്യമന്ത്രിമാരും ഖത്തർ പ്രധാനമന്ത്രിയുമാണ് മിയാമി യോഗത്തിൽ സംബന്ധിക്കുന്നത്. എന്തായാലും ഹമാസ് തത്വത്തിൽ ഈ യോഗത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എന്നത് ഈ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേലിന്റെ നടപടി പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യണം. ഒന്ന്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം, ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സേന പിന്മാറണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിത പദ്ധതി കൂടി ആവിഷ്കരിക്കണമെന്ന പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്ന ഈ യോഗം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലോകവും ഇപ്പോൾ കാത്തിരിക്കുന്നത്. MCA, ഈ ചർച്ചയിൽ ഇസ്രായേലിന്റെയോ ഹമാസിന്റെയോ പ്രതിനിധികൾ ആരും പങ്കെടുക്കില്ലേ? ഈ ചർച്ച പ്രധാനമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും മാത്രമാണ്. കാരണം തുർക്കിയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അവർ നേരത്തെ തന്നെ ആശയവിനിമയം ഹമാസുമായിട്ടും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടും നടത്തിയിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളും മുന്നോട്ട് വെച്ച് അവരുടേതായിട്ടുള്ള ചില ആശങ്കകളുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടം ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും മുന്നോട്ട് പോകണമെന്ന ഒരു സന്ദേശമാണ് പ്രസിഡന്റ് ട്രംപ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിസന്ധികൾ, പ്രധാനമായ പ്രതിസന്ധി എന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നിട്ട് 2 മാസത്തിലധികമായി നിലനിൽക്കുന്ന ഈ വെടിനിർത്തൽ കരാർ 800-ലധികം തവണയാണ് ഇസ്രായേൽ ബോധപൂർവം തന്നെ ആസൂത്രിതമായി തന്നെ ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 394 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 1000-ലധികം പലസ്തീൻകാർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ റഫ അതിർത്തി തുറക്കുമെന്നത് ആദ്യഘട്ട കരാറിന്റെ വ്യവസ്ഥയായിരുന്നു. ആ അതിർത്തി തുറന്നിട്ടില്ല. അതുമാത്രമല്ല, സങ്കീർണമായിട്ടുള്ള ജീവൽ പ്രതിസന്ധിയിലൂടെ, ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഗസയിലെ ജനത ഇപ്പോൾ പോലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തതയും പരിഹാരവും കൃത്യമായി തന്നെ വേണം. അതിന് കൃത്യമായിട്ടുള്ള ചില സംവിധാനങ്ങളും നടപ്പാക്കാനുള്ള മാനദണ്ഡങ്ങളും വേണം എന്ന ഒരു നിർദ്ദേശം കൂടി മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കോ റൂബിയോയുമായിട്ട് നടക്കാൻ പോകുന്ന ചർച്ച, ഖത്തർ പ്രധാനമന്ത്രി തന്നെ ഈ ചർച്ചയുടെ കൃത്യമായിട്ടുള്ള രൂപരേഖ എന്തായിരിക്കുമെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ നേതൃത്വവുമായിട്ടുള്ള പ്രാഥമിക ഘട്ട ചർച്ച ഖത്തർ പ്രധാനമന്ത്രി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സങ്കീർണതകളില്ലാതെ തന്നെ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആശയവിനിമയമായിരിക്കും ഇപ്പോൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. തുടർന്നായിരിക്കും ഹമാസുമായിട്ടുള്ള അനൗപചാരിക ചർച്ചയും അതോടൊപ്പം തന്നെ ഔപചാരിക ചർച്ചയും നടക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത മാസത്തോടുകൂടി ഈ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ 28 ബന്ദികളിൽ
27 പേരുടെ മൃതദേഹം ഇതിനകം തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഇനി ഒരു മൃതദേഹമാണ് കണ്ടെത്താനുള്ളത്. അതിനുള്ള തെരച്ചിൽ നടക്കുന്ന വിവരം മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ആ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ ഹമാസ് തങ്ങളുടെ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാം. എന്തായാലും